സമരം വന്ന് നന്നായി. ഞാൻ ഉടനെ സ്ഥലം വിടും. അമ്മച്ചിയുടെ ബർത്ത്ഡേയാ. ചെന്നില്ലെങ്കിൽ ഇനി അതും മതി. എല്ലാരും പങ്കെടുക്കണമെന്നാ സർക്കുലർ. അല്ലെങ്കിൽ കരിങ്കാലി ലിസി എന്നുള്ള ഓമിന് പേര് കിട്ടും. ഓ, അല്പം കരിങ്കാലിപ്പണി അല്ലെങ്കിൽ ജീവിക്കാൻ പറ്റത്തില്ലേ? ഇവരെന്നാത്തിന് ഇങ്ങനെ കിടന്ന് വിളിച്ചു പോകുന്നേ? വത്സലേ, എനിക്കൊരു സംശയം. തന്റെ ഭർത്താവിന് കരിങ്കാലിപ്പണി കാണിക്കൂ? നമ്മുടെ സമരം പൊളിക്കാൻ അധികം അവതരിക്കൂ? ഇന്നൊരു ദിവസം പുറത്തിറങ്ങാൻ പാടില്ലെന്ന് ഓർഡർ കൊടുത്തിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. അധ്യാപകരും മനുഷ്യരാണ്, അധ്യാപനവും തൊഴിലാണ്. നമുക്കുമുണ്ട് അവകാശങ്ങൾ, അവകാശങ്ങൾ നേടിയെടുക്കാൻ ഇതേം മതിയും സമരം ചെയ്യും. അന്യായമായ അധ്യാപക സമരത്തിനെതിരെ വിദ്യാർത്ഥികളെ അനുകൂലിച്ചുകൊണ്ട് സംസാരിക്കുവാൻ നിങ്ങളുടെ അനിഷേധ്യനായ നേതാവ് അധ്യാപകർ നീതി പാലിക്കുക, അധ്യാപകർ തൊഴിൽ ചെയ്യുക. ആകെ കുഴഞ്ഞിരിക്കുക. ധർണ ഉദ്ഘാടനം ചെയ്യേണ്ട ധർമ്മരാജ എത്തിയിട്ടില്ല. മാനം കാക്കണം. PS വന്നേ പറ്റൂ. ഞാൻ വരില്ല വരില്ല വരില്ല. ഒരു വാക്കോടൊന്ന് പറഞ്ഞാൽ മതി. ഉദ്ഘാടനം ഇല്ലെങ്കിൽ നമ്മൾ നാറും. ഇതിലൊരു കുടുംബ പ്രതിസന്ധിയുണ്ട്. അച്ഛൻ ഡോക്ടറാണെങ്കിലും സ്വന്തം മോൻ അസുഖം വന്നാൽ ഓപ്പറേറ്റ് ചെയ്യാറില്ല. ഓപ്പറേറ്റ് ചെയ്യാൻ അറിയാൻ വയ്യാഞ്ഞിട്ടല്ല. വേറെ ഡോക്ടേഴ്സ് ഇല്ലെങ്കിലോ? ഇതൊരു കാഷ്വാലിറ്റി കേസാണ്. നമ്മുടെ പാർട്ടിയുടെ യുവജന വിഭാഗത്തിന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. PS ഒന്ന് എഴുന്നേറ്റ് റെഡിയാക്കി. പ്ലീസ് പ്ലീസ് ജസ്റ്റ് ഒന്ന് തലകാണിച്ചാൽ മതി. പ്രിയങ്കരനായ നിങ്ങളുടെ യുവജന നേതാവ് ശ്രീ P. സുകുമാരൻ ഏതാനും നിമിഷങ്ങൾക്കകം നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതാണ്. P. സുകുമാരൻ, നമ്മുടെ PS, നമ്മുടെ PS, നമ്മുടെ PS. പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മൾ ലജ്ജിക്കേണ്ട കാര്യമാണ്. അധ്യാപകർ സമരത്തിനിറങ്ങിയിരിക്കുന്നു. ഇവർ അധ്യാപകരാണോ? ആണോ എന്ന് ചോദിച്ചാൽ ആണ്. ഇവർ സമരം ചെയ്യുന്നത് ന്യായമാണോ എന്ന് ചോദിച്ചാൽ അല്ല. എന്നാൽ അവർ എന്തുകൊണ്ട് സമരം ചെയ്യുന്നു എന്ന് ആലോചിക്കുമ്പോഴാണ് നമ്മൾ അവരുടെ വികാരങ്ങളെ കൂടെ കണക്കിലെടുക്കേണ്ടത്. നയം മാറുന്നു. പ്രശ്നം എന്തു തന്നെ ആയാലും അധ്യാപകർ സമരം ചെയ്താൽ പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ ഗതി എന്താവും? വിജ്ഞാനത്തിന് വേണ്ടി ദാഹിക്കുന്ന ഈ കുരുന്ന് മനസ്സുകളെ മരവിപ്പിച്ചുകൊണ്ട് സമൂഹത്തിലെ ഉന്നത സ്ഥാനീയരായ അധ്യാപകർ വെറും കവലച്ചട്ടമ്പികളെ പോലെ തെരുവിൽ സമരത്തിനിറങ്ങുന്ന നിമിഷത്തെ ഓർത്ത് ഞാൻ ലജ്ജിക്കുന്നു. എന്റെ പ്രിയ എന്റെ മാനം കളഞ്ഞു. സന്തോഷായില്ലേ? ഞാൻ പ്രത്യേകം പറഞ്ഞാണ് വരരുതെന്ന്. പാർട്ടി സുഖമായിട്ടിന് മുതലെടുക്കാണ്, അതറിയുന്നില്ല. ഞാനൊരു പാർട്ടി പ്രവർത്തകനാണ്, ഒരു ഭർത്താവുമാണ്. പാർട്ടി പോകാൻ പറഞ്ഞാൽ പോകാതിരിക്കാൻ പറ്റുമോ? പറ്റില്ല. ഭാര്യ പോകണ്ടെന്ന് പറഞ്ഞാൽ പോകാതിരിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോഴാണ് രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടാവുന്നത്. പോയേ പറ്റൂ, പോയി. ഞാൻ എന്താ പറഞ്ഞത്? ഇവർ അധ്യാപകരാണോ? ആണോ എന്ന് ചോദിച്ചാൽ ആണ്. ഇവർ ചെയ്യുന്ന ന്യായമാണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ അവരെന്തിന് സമരം ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അവിടെ ഇവിടെയും തൊടാതെ ഒരു കളി. അതാണ് എന്റെ ഒരു നയം. ഓ, അപ്പൊ പാർട്ടി പറഞ്ഞാൽ എന്തും കേൾക്കുമല്ലേ? അപ്പൊ ഒരു ഭാര്യ എന്ന നിലയിൽ എനിക്ക് സുഖമായിട്ടിന്റെ അടുത്ത് ഒരു അവകാശമില്ലേ? അതുകൊള്ള. ഇത് നല്ല ചോദ്യം. അവകാശം ഇല്ലെന്ന് നിനക്കേ ഉള്ളൂ. എന്താ വേണ്ടേ? ഞാനൊരു കാര്യം ചോദിച്ചാ സാധിച്ചു തരാമോ? എന്തും സാധിച്ചു തരും. അങ്ങനെയാണെങ്കിൽ ഒരാൾക്കൊരു ട്രാൻസ്ഫർ ഒന്ന് ശരിയാക്കണം. ആളാരാ? അതെന്റെ ഡിപ്പാർട്ട്മെന്റിലുള്ള ഒരാൾക്കാ. അത് നോംസ് നോക്കണം, പ്രശ്നമില്ല. സ്പെഷ്യൽ ഓർഡർ വാങ്ങിക്കാം. എങ്ങോട്ടാ ട്രാൻസ്ഫർ വേണ്ടത്? അത് തിരുവനന്തപുരം വിട്ട് എങ്ങോട്ടെങ്കിലും. അത് ശരി. അങ്ങോട്ട് പോയാൽ അവർക്ക് തലയ്ക്ക് വെളി കിട്ടുമെന്നാ പറയുന്നത്. എന്നാ തീർച്ചയായിട്ടും പോണം.
തലയ്ക്ക് സ്ഥിരതയാണല്ലോ നമുക്ക് ആവശ്യം. എനിക്ക് എത്ര സമയം തരും? 1 മാസത്തിനകം. ശരി, ഏറ്റിരിക്കുന്നു. ആളുടെ പേര് പറ. മിസ്സിസ് വത്സല സുകുമാരൻ. ഓക്കെ. അയ്യേ, മിസ്സിസ് വത്സല സുകുമാരൻ മമ്മിയല്ലേ? പറഞ്ഞ പോലെ നീയല്ലേ? അതെ, എനിക്ക് ട്രാൻസ്ഫർ. തിരുവനന്തപുരം വിട്ടു പോണോ? അതെ. നിനക്ക് അതുകൊണ്ട് തലയ്ക്ക് വെളിവ് കിട്ടുമെങ്കിൽ ഞാൻ ശ്രമിക്കാം. സുഖമായിട്ടും തിരുവനന്തപുരം വിടണം. ഇവിടെ കിടന്ന് ആ പ്ലഗുകൾ മുഴുവൻ കൊണ്ട് നടക്കും. എനിക്ക് കിട്ടില്ല. നമുക്ക് എവിടെയെങ്കിലും പോയി സ്വസ്ഥമായി ജീവിക്കാം. 1 മാസത്തിനാവല്ലേ? വല്ല സ്പെഷ്യൽ ഓർഡർ ഒപ്പിക്കാൻ പറ്റുമെന്ന് നോക്കാം. അല്ലടാ അവനെ? ഓക്കെ. ഓക്കെ. കേട്ടോ ചേച്ചി, പീസ് നീലകണ്ഠൻ അകത്ത് കുടഞ്ഞോണ്ടിരിക്കുക. എന്ത് കുടഞ്ഞാലെന്താ? ഇപ്പൊ അയാളുടെ സമയല്ലേ? അല്ല, രാഷ്ട്രീയത്തിൽ എല്ലാം അത്രേ ഉള്ളൂ. വെറുതെ തുണ്ടൻ തുണ്ടൻ തുണി വെട്ടിക്കൊണ്ടിരുന്ന ടൈലർ നീലാണ്ടനല്ലേ ഇപ്പൊ പാർട്ടിയുടെ ഏക മന്ത്രി. ഇക്കാര്യത്തിൽ പാർട്ടി കണ്ണടച്ചൊരു തീരുമാനം എടുക്കരുത്. കഴിഞ്ഞ 25 വർഷക്കാലമായി ഞാൻ പാർട്ടിക്ക് വേണ്ടി ജീവിച്ച ആളാ. ഞാൻ വ്യവസായ മന്ത്രി ആയതിനു ശേഷം ഞാൻ പാർട്ടിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു എന്ന് നിങ്ങൾക്കറിയാം. ഇപ്പൊ നിങ്ങൾ എല്ലാരും കൂടെ ചേർന്ന് ഞാൻ അഴിമതി കാണിച്ചു എന്ന് പറഞ്ഞ ഞാൻ സമ്മതിക്കൂല. ഞങ്ങളല്ല നീലേട്ടാ, ഇവിടുത്തെ പത്രങ്ങളാ. പത്രക്കാർക്ക് എന്തു എഴുതാം? ഇത്രയും പത്രങ്ങൾ ഒരുമിച്ച് മന്ത്രി അഴിമതിക്കാരനാണെന്ന് പറയുമ്പോ പാർട്ടിക്ക് വെറുതെ നോക്കിയിരിക്കാൻ ഒക്കോ? നിങ്ങളെ മന്ത്രിമന്ദിരത്തിലിരിക്കുക, റോഡിലൊക്കെ നടക്കുന്നത് ഞങ്ങളാ. ജനങ്ങൾ ഞങ്ങളോടാ ചോദിക്കുന്നത്. അങ്ങനെ ഞാൻ അഴിമതി കാണിച്ചെങ്കിൽ ഒരു പീസ് പറ. പീസോ? ആ, ഒരു കട്ട് പീസ് പറ. നമ്മളിപ്പോ തൽക്കാലം ചിന്തിക്കേണ്ടത് മിസ്റ്റർ നീലകണ്ഠനെ കൊണ്ട് പാർട്ടിക്കുണ്ടായിട്ടുള്ള ചീത്തപ്പേര് എങ്ങനെ മാറ്റിയെടുക്കാമെന്നുള്ളതിനെ പറ്റി. അതത്ര എളുപ്പമുള്ള പണിയല്ല. അത്രത്തോളം ആരോപണങ്ങളുണ്ട്. തൽക്കാലം ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടുക, അതാണ് ആവശ്യം. അതിനെന്ത് ചെയ്യണം? ഒന്നുകിൽ ഒരു പൂണൂലൊക്കെ ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരു ഉരുൾപൊട്ടൽ, അതുമല്ലെങ്കിൽ കുറെ എണ്ണത്തിനെ വെടിവെച്ചങ്ങ് കൊല്ലണം. ഇതൊന്നും പറ്റിയില്ലെങ്കിൽ മിനിമം ഒരു സമരമെങ്കിലും കൃത്രിമമായിട്ട് അങ്ങ് ഉണ്ടാകണം. അല്ല, അതുകൊണ്ടൊന്ന് പ്രസക്തി. അങ്ങനെ ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാം. ആ, അതൊരു നല്ല പീസാ. താനും ഇവിടെ വരുക. ഈ കൂട്ടുമന്ത്രിസഭയിൽ നമുക്ക് ആകെയുള്ളൊരു മന്ത്രി നീലാണ്ടന. ആഭ്യന്തരമന്ത്രി കുഞ്ഞിക്കണ്ണൻ ആദ്യം മുതലേ നമ്മുടെ മന്ത്രിക്കെതിരാ. എനിക്കെതിരെ പത്രക്കാരെ ഇളക്കി വിട്ടത് ലവന്റെ ഒരു പീസാ. നീലകണ്ഠൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. ആഭ്യന്തരമന്ത്രിക്കെതിരെ ക്രമസമാധാന നില വഷളായി എന്ന കാരണം പറഞ്ഞുകൊണ്ട് നമ്മൾ സമരം ചെയ്യും. അതായത് ഭരണത്തോടൊപ്പം സമരവും. അങ്ങനെ നമ്മുടെ പാർട്ടിയുടെ പ്രതിച്ഛായ വളർത്തിയെടുക്കുന്നു. ഇതാര് സംഘടിപ്പിക്കും? എല്ലാ സമരത്തിനും ചുക്കാൻ പിടിക്കുന്ന ചാക്കോച്ചനാണല്ലോ. ഇതും ചാക്കോച്ചൻ തന്നെ ചെയ്താൽ മതി. അത് ഒരു 100 വട്ടം സമരം ചെയ്യാനും എനിക്ക് സന്തോഷമാണെന്ന് നിങ്ങൾക്കറിയാലോ. പക്ഷേ അടുത്ത 10-ാം തീയതി എന്റെ വൈഫിനൊരു മേജർ ഓപ്പറേഷൻ ഫിക്സ് ചെയ്തിരിക്കുക. ആ സമയത്ത് ഞാനവിടെ ഇല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ സദാശിവൻ അതങ്ങ് ഏറ്റെടുക്ക്. അയ്യോ, അത് ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല. അടുത്ത മാസം 12-ാം തീയതി എന്റെ ഒരു അനന്തരവളുടെ കല്യാണമാണ്. അച്ഛനില്ലാത്തത് കൊണ്ട് ഞാൻ നിന്ന് വേണോ അത് നടത്താൻ. അതിനിടയിൽ അത് നമുക്ക് PS ഏൽപ്പിച്ചാലോ? ആ, അത് കൊള്ളാം. ശരിയാണ്. എല്ലാ കാര്യങ്ങളും PS തന്നെ നോക്കിക്കൊള്ളും. നമ്മളൊന്നും അറിയണ്ട. PS ആറിനെ മുകളിൽ വിളിക്കുന്നു. മാറി നിന്ന് കേട്ടേ. 25 വർഷക്കാലമായിട്ട് വലിച്ചോണ്ടിരിക്കായിരുന്നു എനിക്കറിയാം. യുവജന നേതാവ് വരുന്നുണ്ട്. ഓ, PS, നാട്ടിൽ വഷളായിക്കൊണ്ടിരിക്കുന്ന ക്രമസമാധാന നിലയ്ക്കെതിരെ വരുന്ന 16-ാം തീയതി മുതൽ സംസ്ഥാന വ്യാപകമായ സമരം നടത്താനാണ് പാർട്ടിയുടെ തീരുമാനം. അതായത് എല്ലാ കലക്ടറേറ്റുകളും പിക്കറ്റ് ചെയ്യുക, ഇവിടെ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ മാർച്ച് നടത്തുക. ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം PS-നെ ഏൽപ്പിക്കാനാണ് പാർട്ടിയുടെ തീരുമാനം. അതിന്റെ മുന്നോടിയായി സംസ്ഥാന വ്യാപകമായി സഞ്ചരിച്ച് നമ്മുടെ എല്ലാ യൂണിറ്റുകളുമായി ബന്ധപ്പെട്ട് അപ്പൊ ഞങ്ങളെ വിവരം അറിയിക്കണം. എന്തു പറയുന്നു? പാർട്ടി പറയുന്ന പോലെ PS മിനിസ്റ്ററോട് പറഞ്ഞ കാര്യം നടക്കും. പക്ഷേ PS ആളൊരു പ്രത്യേക ടൈപ്പാ. വേണേ നമുക്ക് എന്തെങ്കിലും മുടക്കാം. ഏയ്, അങ്ങനെ നേരിട്ടൊന്നും വാങ്ങൂല. പിന്നെ PS-ന് കാശിന് സ്വല്പം ബുദ്ധിമുട്ടുള്ള സമയമാണ്. ഏതായാലും നമുക്ക് ഒരുമിച്ച് അദ്ദേഹത്തെ കാണാം. സംസാരത്തിനിടയ്ക്ക് എപ്പോഴെങ്കിലും കോളർ ഇതേ ഇങ്ങനെ പിടിച്ച് വലിച്ചാൽ കാശ് എളുപ്പം റെഡിയായിക്കോ, ബാക്കി കാര്യം ഞാൻ ഏറ്റവും അർത്ഥം. അതാ പുള്ളിയുടെ കോഡ്.